ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലെ ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രാവൽ ഡെസ്റ്റിനേഷനായ ഹാങ്ങിങ് ഗാർഡൻ കാണുവാനാണ്. ഹാങ്ങിങ് ഗാർഡൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൽബയിലാണ്. ദുബായിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ സാധിക്കും. അതുപോലെ അബുദാബിയിലുള്ളവർക്കാണ് ഏകദേശം 1.25-2 മണിക്കൂറിനുള്ളിൽ തന്നെ എത്താൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാവൽ ഡെസ്റ്റിനേഷനാണ് ഹാങ്ങിങ് ഗാർഡൻ, കൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡൻ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഷാർജ കൽബ റോഡിൽ, അതായത് ഈ 102-ലെ അൽഹെയർ ടണലാണ് നിങ്ങൾ കാണുന്നത്. ഈ ടണൽ കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് നിങ്ങൾ ഹാങ്ങിങ് ഗാർഡൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ സ്പീഡ് 80 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിന് ബാക്ക് സൈഡിൽ 100 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ടണൽ കടക്കുമ്പോൾ 80 കിലോമീറ്റർ സ്പീഡ് മാത്രമേ ഉള്ളൂ. ഈ ടണൽ കടന്ന ഉടനെ തന്നെയാണ് ഹാങ്ങിങ് ഗാർഡൻ വരിക. റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധാരാളം വണ്ടികൾ ഇട്ടേക്കുന്നത്. ഈ കാണുന്ന അടിപൊളി ഒരു സ്ഥലമാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈദ് ഹോളിഡേയ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ തന്നെ അവിടെ ഇരുന്ന ഒരു സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞു, ഇവിടെ താഴെ പാർക്കിംഗ് ഇല്ല, നിങ്ങൾ അപ്പർ ഡെക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പർ ഡെക്ക് ഈ ഹാങ്ങിങ് ഗാർഡൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ അവിടത്തേക്ക് നല്ല റോഡുകളുണ്ട്. ഒരു റോഡിൽ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പോവാം. റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് റൈറ്റ് ടേൺ എടുത്ത് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തെത്താൻ സാധിക്കും. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ധാരാളം പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഫ്രീ പാർക്കിംഗ് ഏരിയയും ഇവർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. ടിക്കറ്റിന് അഡൽട്ടിന് 10 ദിർഹംസും ആണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കിഡ്സിന് ഫ്രീ ആണ്. 6 ഇയേഴ്സ് ഓൾഡ് വരെയുള്ള കുട്ടികൾക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ ഫ്രീ ആണ്. ഇന്ന് അവർ പറഞ്ഞു പതിവിലും കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈദ് ഹോളിഡേയ്സിന് ഭയങ്കര ആളുകളായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കുമായിരുന്നു. പക്ഷേ നമ്മളെ അത് ബാധിച്ചില്ല എന്ന് വേണം പറയാം. എനിവേ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് എല്ലാവരും ഉള്ളിൽ കയറി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾ കാണാൻ സാധിക്കും. ഒരു മല മുഴുവൻ ചെത്തി ഇറക്കി അതിൻ്റെ അകത്തൊരു ഗാർഡനാണ് ഇവിടെ ഷാർജ മുനിസിപ്പാലിറ്റി ചെയ്തിരിക്കുന്നത്. കൽബ ആണ് ഇവിടുത്തെ മെയിൻ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇതൊരു നല്ലൊരു ഡിസിഷനായിരുന്നു, മുകളിൽ അപ്പർ ഡെക്കിൽ പോയിട്ട് താഴേക്ക് ഇറങ്ങുക എന്നുള്ളത്. കാരണം ഒത്തിരി സ്റ്റെപ്പുകളുണ്ട്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 281 മീറ്റർ ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 1.6 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയധികം ഏരിയയിലാണ് ഇവർ ഈ മലയിൽ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ അകത്തെ മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ വാട്ടർഫോൾ തന്നെയാണ്. അതിനകത്ത് പല പല സ്റ്റെപ്പുകളായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ കുട്ടികളും കൊണ്ട് വരുന്ന ഫാമിലികളായിട്ടുള്ള ആളുകൾ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം കുട്ടികളെ കൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാനോ മുകളിലത്തെ ആ ലുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ആ സ്റ്റണ്ണിങ് വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ സാഹചര്യവശാലാണ് ഞങ്ങൾ മുകളിൽ പോവുകയും അവിടെ നിന്നും താഴേക്ക് ടിക്കറ്റ് എടുത്ത് നടന്ന് ഇറങ്ങിയത്. അത് നല്ലതായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വാട്ടർഫോളാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാഴ്ചയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയ്ക്കകത്ത് ഒത്തിരി ആളുകൾ ഈ വാട്ടർഫോളിൻ്റെ ഉള്ളിൽ കയറി നിൽക്കും കാണാം. ഇത് ആക്ച്വലി അലൗഡ് അല്ല. ഇത് 1-2 പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് കയറിയതാണ്. പിന്നെ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു. അവർ അതിനുള്ളിലേക്ക് കയറുകയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഡേഞ്ചറസ് ആണ്. കാരണം വെള്ളം വീഴുന്നതുകൊണ്ട് തന്നെ ഈ വാട്ടർഫോളിനുള്ളിലുള്ള ആ പാറകൾക്കുള്ളിൽ പായലുണ്ട്. അപ്പോൾ ആ പായൽ ചവിട്ടി വീഴുവാനും അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തു. അവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ എടുക്കുന്ന സമയത്താണ് സെക്യൂരിറ്റി കാണുകയും താഴെ നിന്ന് സെക്യൂരിറ്റി കയറി വന്ന് ഇവിടെയുള്ള ആളുകളെ എല്ലാവരെയും ഒഴിവാക്കുകയും ചെയ്ത്. സാഹചര്യവശാൽ ആർക്കും ഒന്നും പറ്റിയൊന്നുമില്ല. എനിവേ എല്ലാവരും സേഫായിട്ട് തന്നെ അവിടെ നിന്ന് വിഡ്രോ ചെയ്തു. നിങ്ങൾ കാണുന്ന ഏറ്റവും മുകളിൽ നിന്നാണ് നട ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് നമ്മൾ ഏറ്റവും താഴേക്ക് എത്തിയത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബൊഗെയിൻവില്ല ചെറുകിടാണ് ഇവിടുത്തെ പാർക്കിനെ കൂടുതലായിട്ട് മനോഹരമാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നാച്ചുറലായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും അതിനുള്ളിൽ വാട്ടർ കൊടുത്ത് അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കാണുന്ന ബൊഗെയിൻവില്ല ചെടികൾ ഈ പാർക്കിന് ഒരു റെഡ് കളറും കൂടെ നൽകുന്നുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും. നല്ല മനോഹരമാണ്. അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കണ്ട ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടിരിക്കും. അതൊരു ലെബനീസ് റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ തന്നെ താഴെ ഗാർഡൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കാണാം. അതും ഒരു ലെബനീസ് റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾക്ക് ലെബനീസ് ഫുഡ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോയി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡോട്ടോ ട്രെയിനാണ് എന്നെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത്.
ഡോട്ടോ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റാലിയൻ മോഡലിലുള്ള ഒരു ഡോട്ടോ ട്രെയിനാണ്. ഇതെല്ലാ സമയത്തും കാണത്തില്ല. ഇപ്പോൾ പബ്ലിക് ഹോളിഡേയ്സ് ആയതുകൊണ്ടാണ് ഇവർ ഈ ട്രെയിൻ കൊണ്ടുവന്നത്. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഡോട്ടോ ട്രെയിനിൽ എൻ്റർ ചെയ്യാൻ സാധിച്ചത്. ഒരേ സമയത്ത് 55 പേഴ്സണാണ് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാൻ അലോഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ വെറും 2 ദിർഹംസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ടിക്കറ്റ്. പക്ഷേ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പാർക്കിൻ്റെ ഏറ്റവും മെയിൻ എൻട്രൻസിൽ തന്നെ എത്തണം. ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നും ഇതിൻ്റെ ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ നിന്ന് നടന്ന് ഇതിൻ്റെ ഫ്രണ്ടിലെത്തുകയും ഇവിടെ നിന്ന് 2 ദിർഹംസ് കൊടുത്ത് അഡൽറ്റിന് 2 ദിർഹംസ് കൊടുത്താണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്തത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ മോർണിംഗ് ടൈമിൽ എത്തുക. ഈവനിങ് ആകുമ്പോഴത്തേക്കും സൂര്യപ്രകാശം കുറവായിരിക്കും. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു മനോഹാരിത കുറയും. പക്ഷേ നൈറ്റ് വ്യൂ വളരെ മനോഹരമാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ തന്നെ ഇട്ടിരുന്നു. നിങ്ങൾക്ക് വൈകിട്ടാണ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ വൈകിട്ട് എത്തി അത് കാണാൻ ശ്രമിക്കുക. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മോർണിംഗ് ആണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഏറ്റവും നല്ലത്. ഞങ്ങളങ്ങനെ കാത്തിരുന്ന് നമുക്ക് വേണ്ടി വന്ന ഡോട്ടോ ട്രെയിൻ എത്തി. ഇതിൻ്റെ അകത്ത് ആളുകൾ ഇറങ്ങിയ ശേഷം വേണം നമുക്ക് ഉള്ളിൽ കയറാൻ. ഇവിടെ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 3 ഏരിയ ആയിട്ട് പ്ലേ ഏരിയ തിരിച്ചിട്ടുണ്ട്. അതിൽ കിഡ്സിനായിട്ടുള്ള സ്ലൈഡിങ്ങും സ്വിങ്സും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അഡൽട്സിന് കയറാൻ പറ്റിയ ഒരു ഏരിയയുണ്ട്. അവിടെ റബ്ബറൈസ്ഡ് ആണ്. അപ്പം കുട്ടികൾ വീണാൽ പോലും ഒന്നും പറ്റത്തില്ല. കൂടാതെ സ്കേറ്റിങ്ങിനായിട്ട് ലെബനീസ് റെസ്റ്റോറൻറ്റിൻ്റെ നെക്സ്റ്റായിട്ട് ഒരു സ്കേറ്റിംഗ് പ്ലേ ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ വൈകിട്ട് വന്നിരിക്കുന്നവർക്ക് സ്കേറ്റിംഗ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ഈ ഡോട്ടോ ട്രെയിനാണ്. ഡോട്ടോ ട്രെയിനിലുള്ള യാത്ര നമുക്കൊരു വേറൊരു ഫീലിംഗ് തരും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡോട്ടോ ട്രെയിനിന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ടീ സ്റ്റാളും ഐസ്ക്രീം സ്റ്റാളും ഉണ്ട്. അത് ചെറിയൊരു സ്റ്റാൾ മാത്രമേ ഉള്ളൂ, വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. എങ്കിലും നിങ്ങൾക്ക് ടീ കുടിക്കേണ്ടവർക്കോ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കേണ്ടവർക്കോ ആ സ്റ്റാളിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ എമൗണ്ടിൽ മേടിക്കാം. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. അപ്പോൾ ഈ ഗാർഡനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ എൻട്രൻസിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എവിടേക്കാണ് അതിൻ്റെ അട്രാക്ഷൻ എന്ന്. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫീലിംഗ്, ഈ ഒരു കാഴ്ച നിങ്ങൾ യൂറോപ്പിൽ പോകുന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ അത്രയും മനോഹരമായ രീതിയിൽ ഈ കൽബ മുനിസിപ്പാലിറ്റി അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷാർജയുടെ അണ്ടറിലാണ് ഈ കൽബ ഏരിയ വരുന്നത്. എങ്കിലും നിങ്ങൾ ഈ കൽബയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹാങ് ഗാർഡൻ കാണണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുക. അപ്പോൾ ഇവിടുത്തെ മറ്റ് കാഴ്ചകളും കൂടിയുണ്ട്. അപ്പോൾ ഈ ഇതിനോടനുബന്ധിച്ചുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഹിഡൻ മറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷനെ പറ്റി നിങ്ങൾക്ക് വിവരിച്ച് തരുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് എത്തിയ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂവും ഒരു അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ നൈറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നൈറ്റ് വരിക, അല്ലെങ്കിൽ മോർണിംഗ് ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മോർണിംഗ് വരാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. See you on next video. Bye bye.